Let's start learning English. ഹലോ, എല്ലാവർക്കും 10th ക്ലാസ്സിലേക്ക് സ്വാഗതം. വെൽക്കം. നമ്മൾ ഇതുവരെ പഠിച്ച ആക്ഷൻ വേർഡ്സിൻ്റെ ബേസ് ഫോംസ് നമുക്കൊന്ന് റീകോൾ ചെയ്ത് നോക്കാം. ഓക്കെ. റൺ, ഓടുക, ജംപ്, ചാടുക, ഈറ്റ്, തിന്നുക, ബ്രഷ്, പല്ല് തേക്കുക, റീഡ്, വായിക്കുക, ഡ്രിങ്ക്, കുടിക്കുക, വാഷ്, കഴുകുക, പ്ലേ, കളിക്കുക, സിറ്റ്, ഇരിക്കുക, വാക്ക്, നടക്കുക, ഗോ, പോകുക, കം, വരിക, ക്ലൈം, കയറുക, ഫ്ലൈ, പറക്കുക, സ്വിം, നീന്തുക, ടെയർ, കീറുക, കുക്ക്, പാചകം ചെയ്യുക, കട്ട്, മുറിക്കുക, റൈറ്റ്, എഴുതുക, ലേൺ, പഠിക്കുക. ഞാനിങ്ങനെ ഓരോ തവണ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കഴിഞ്ഞു പോയത് ഓർമ്മിപ്പിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ക്വിസ് നടത്തുമ്പോഴെനിക്ക് മനസ്സിലാവുന്നുണ്ട് 1-2 പേർക്ക് ഇനിയും കൺഫ്യൂഷൻ പെട്ടെന്ന് ചോദിക്കുമ്പോൾ വരുന്നുണ്ടെന്നുള്ളത്. ശരിക്കും നമ്മൾ സംസാരിക്കാൻ, ഒരു ഭാഷയിൽ സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പില്ലാതെ വാക്കുകൾ വരണം, ആ ഭാഷയിലുള്ള വാക്കുകൾ. എന്നാലേ നമുക്ക് നല്ല ഫ്ലുവൻ്റായി, നല്ല ഒഴുക്കിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് എനിക്ക് ആ ജമ്പ് എന്ന് പറഞ്ഞാൽ കുറേ നേരം ആലോചിച്ച് ചാടുക എന്ന് പറയുന്നതും, ചാടുക എന്ന് പറയുമ്പോൾ കുറേ നേരം ആലോചിച്ച് ജമ്പ് എന്ന് പറയുന്നതും അതൊരിക്കലും നമ്മുടെ സംസാര പരിശീലനത്തിലേക്ക് വരുന്ന സമയത്ത്, സംഭാഷണം വരുന്ന സമയത്ത് ഒരിക്കലും ഗുണപ്രദമായിരിക്കില്ല. അതുകൊണ്ട് മക്കളെ ഓരോന്നും നല്ല ഫ്ലുവൻ്റായി കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടല്ലോ. ഇനി എല്ലാവരും നിങ്ങളുടെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ട് ഫസ്റ്റ് പ്രസൻറ്റ് എന്ന് എഴുതണം. 1 പ്രസൻറ്റ് എന്ന് എഴുതിയാൽ മതി. അതായത് ഒരു 3-4 തവണ ഞാൻ പ്രസൻറ്റ് ഇടാൻ പറയും. കാരണം പലരും കുറച്ച് മാത്രം കണ്ട് സ്കിപ്പ് ചെയ്ത് നോട്ട്സ് അയക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ക്ലാസ് ഫുള്ളായിട്ട് കാണുന്നില്ല എന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുവേണ്ടി ഒരു 3-4 അറ്റൻഡൻസ് എടുക്കും ഈ വീഡിയോക്കിടയിൽ. ഓക്കെ. ഫസ്റ്റ് അറ്റൻഡൻസ് ഇട്ടോളൂ. ഓക്കെ. എല്ലാവരും പേരെഴുതുക. എന്നിട്ട് 1 എന്നിട്ടിട്ട് പേരെഴുതുക. പിന്നെ സെക്കൻഡ് അറ്റൻഡൻസ് വരുന്ന സമയത്ത് 2 എന്ന് എഴുതിയിട്ട് പേരെഴുതുക. ഓക്കെ. അപ്പം നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. എല്ലാവരും അറ്റൻഡൻസ് ഇട്ടു എന്ന് കരുതുന്നു. നമ്മുടെ ആദ്യത്തെ വാക്ക് ഇന്ന് വരുന്നത് നിൽക്കുക, സ്റ്റാൻഡ്. അവിടെ ആ ചിത്രത്തിലേക്ക് നോക്കൂ. 2 സ്റ്റുഡൻസ് അല്ലേ, സ്കൂൾ സ്റ്റുഡൻസ് നിൽക്കുന്നുണ്ട് അല്ലേ, കൈയൊക്കെ പൊക്കിയിട്ട്. പിന്നെ ഇപ്പുറത്തേതാ ഒരു ഗേൾ, ഷീ ഈസ് സ്റ്റാൻഡിങ്. എ ഗേൾ ഈസ് സ്റ്റാൻഡിങ്. സ്റ്റാൻഡ്, STAND, സ്റ്റാൻഡ്, 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 STAND, സ്റ്റാൻഡ്. നിൽക്കുക. ഓക്കെ. സ്റ്റാൻഡ്, നിൽക്കുക. STAND, സ്റ്റാൻഡ്, നിൽക്കുക. സ്റ്റാൻഡ്, നിൽക്കുക. ഇനി നിന്നു എന്ന് പറയാനാണെങ്കിലോ stood, stood, stand, stood, stood. V1 base form stand, V2 past form stood, V3 past participle form stood. Stand, stood, stood. Stand, 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 STOOD, 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 stood. Stand, stood, stood. STAND, stand, STOOD, 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 stood. നിൽക്കുക, നിന്നു, നിൽക്കപ്പെട്ടു, നിർത്തപ്പെട്ടു അല്ലെങ്കിൽ നിൽക്കപ്പെട്ടു. ഓക്കെ. സ്റ്റാൻഡ്, സ്റ്റുഡ്, സ്റ്റുഡ്. STAND, stand, STOOD, 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 stood. Stand, stood, stood. Okay.
ഇനി അടുത്തത് എന്താ നമ്മൾ പറയേണ്ടത്? നിൽക്കുന്നു അല്ലേ? ചെയ്തുകൊണ്ടിരിക്കുന്നു. നിൽക്കുക, നിന്നു, നിൽക്കുന്നു. നിൽക്കുക സ്റ്റാൻഡ്, നിന്നു സ്റ്റുഡ്, നിൽക്കുന്നു സ്റ്റാൻഡിങ്. സ്റ്റാൻഡ്, സ്റ്റുഡ്, സ്റ്റാൻഡിങ്. സ്റ്റാൻഡ്, സ്റ്റുഡ്, സ്റ്റാൻഡിങ്. സ്റ്റാൻഡ്, സ്റ്റുഡ്, സ്റ്റാൻഡിങ്. നിൽക്കുക സ്റ്റാൻഡ്, നിന്നു സ്റ്റുഡ്, നിൽക്കുന്നു സ്റ്റാൻഡിങ്. സ്റ്റാൻഡ്, സ്റ്റുഡ്, സ്റ്റാൻഡിങ്. ഓക്കെ, നമുക്ക് സ്റ്റാൻഡിനെ കൊണ്ടുപോയി എവിടെ ഇടാം? സെന്റൻസസിലേക്ക് ഇടാം അല്ലേ? ദേ സ്റ്റാൻഡ് ഇൻ എ ലൈൻ. ദേ സ്റ്റാൻഡ് ഇൻ എ ലൈൻ. അവർ ഒരു വരിയിൽ നിൽക്കുന്നു അല്ലേ? ദേ സ്റ്റാൻഡ് ഇൻ എ ലൈൻ. We stood and watched the parade. We stood and watched the parade. ഞങ്ങൾ നിന്ന് പരേഡ് കണ്ടു. ഈ വാച്ച്ഡ് എന്നുള്ളത് കണ്ടു എന്ന് പറയുന്നതിനേക്കാളും വീക്ഷിച്ചു എന്ന് പറയാം. ഓക്കെ, ഞങ്ങൾ നിന്ന് പരേഡ് കണ്ടു. ഞങ്ങൾ നിന്നുകൊണ്ടാണ് പരേഡ് കണ്ടത് എന്നുള്ള ഒരർത്ഥം. ഓക്കെ, we stood and watched the parade. We stood and watched the parade. She stood by the door. She stood by the door. അവൾ വാതിൽക്കൽ നിന്നു. She stood by the door. അവൾ വാതിൽക്കൽ നിന്നു. They stand in a line. They stand in a line. We stood and watched the parade. We stood and watched the parade. She stood by the door. She stood by the door. They stand in a line. We stood and watched the parade. She stood by the door. They stand in a line. We stood and watched the parade. She stood by the door. Okay, അടുത്ത സെന്റൻസ്. She is standing outside the class. She is standing outside the class. അവൾ ക്ലാസ്സിനു പുറത്ത് നിൽക്കുന്നു. She is standing outside the class. അവൾ ക്ലാസ്സിന് പുറത്ത് നിൽക്കുന്നു. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവൾ ക്ലാസ്സിന് പുറത്ത് നിൽക്കുവാണ്. ഇപ്പൊ she was standing outside the class ആണെങ്കിലോ, അവൾ ക്ലാസ്സിന് പുറത്ത് നിൽക്കുകയായിരുന്നു. ഓക്കെ, ഇപ്പൊ നിൽക്കുകയാണ്. was standing ആണെങ്കിൽ നിൽക്കുകയായിരുന്നു. ഓക്കെ, she is standing outside the class. അവൾ ക്ലാസ്സിന് പുറത്ത് നിൽക്കുകയാണ്. The bodyguard stands outside the hall. ഇവിടെ stands അതായത് അതൊരു സ്ഥിരം നടക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴും നടക്കുന്നുണ്ട്. ഓക്കെ, the bodyguard stands outside the hall. അംഗരക്ഷകൻ ഹാളിന് പുറത്ത് നിൽക്കുന്നു. നമ്മളെല്ലാവരും ബോഡി ഗാർഡ് ഫിലിം കണ്ടിട്ടുണ്ടാവും. നമ്മളെല്ലാവരും എന്നല്ല, എല്ലാവരിലും മെജോറിറ്റി ആളുകളും ബോഡി ഗാർഡിന്റെ ഏതെങ്കിലും ഒരു ലാംഗ്വേജിലുള്ള ഫിലിം കണ്ടിട്ടുണ്ടാവും. അതിൽ നായകൻ പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ, ക്ലാസ്സിന് പുറത്ത് അല്ലേ, ഹാളിന് പുറത്ത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നതെന്ന് വിചാരിച്ചാൽ മതി. ദ ബോഡി ഗാർഡ് സ്റ്റാൻഡ്സ് ഔട്ട്സൈഡ് ദ ഹാൾ. ബോഡി ഗാർഡ് ഹാളിന് പുറത്ത് നിൽക്കുന്നു. അത് നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് സ്ഥിരം അവിടെയാണ് നിൽക്കുന്നത്, ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഓക്കെ, ഓൾ ആർ സ്റ്റാൻഡിങ് ഫോർ അസംബ്ലി. എല്ലാവരും അസംബ്ലിക്ക് വേണ്ടി നിൽക്കുന്നു. ഓൾ ആർ സ്റ്റാൻഡിങ് ഫോർ അസംബ്ലി. ഓൾ ആർ സ്റ്റാൻഡിങ് ഫോർ അസംബ്ലി. എല്ലാവരും അസംബ്ലിക്ക് വേണ്ടി നിൽക്കുന്നു. അസംബ്ലി തുടങ്ങാൻ പോവാണ്, അതിനുവേണ്ടി എല്ലാവരും നിൽക്കുകയാണെന്ന് പറയണത്. ആർ സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് എന്താണ്? ഓൾ, പ്ലൂറൽ ആണ് അല്ലെ. ഒന്നിൽ കൂടുതൽ പേര് വരുമ്പോൾ ആർ സ്റ്റാൻഡിങ്. ഒരാളാണ്, അത് തേർഡ് പേഴ്സണിലാണ് ഉള്ളതെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഈ സ്റ്റാൻഡിങ് പറയും. ഓക്കെ, ഷീ ഈസ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് ദ ക്ലാസ് എന്ന് പറയുന്നു.
All are standing for assembly. അടുത്ത സെന്റൻസ്, the statue stands tall and proud in front of the building. നമ്മളങ്ങനെ ഒരുപാട് ബിൽഡിങ്ങിന്റെ പുറത്ത് ഒരുപാട് സ്റ്റാച്യുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ സ്റ്റാച്യുവിനെ പറയാണ്, ആ സ്റ്റാച്യു എങ്ങനെ നിൽക്കുന്നു, ആ പ്രതിമ എങ്ങനെ നിൽക്കുന്നു, കെട്ടിടത്തിന് മുന്നിൽ ഉയരത്തിലും അഭിമാനമായിട്ടും നിൽക്കുന്നു എന്ന് പറയണം. ഒരു ജീവനുള്ള വ്യക്തിയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് പറയാം അഭിമാനത്തോടെ നിൽക്കുന്നു എന്ന്. ഇവിടെ അഭിമാനത്തോടെ നിൽക്കുന്നു എന്നല്ല നമ്മൾ പറയുക, അഭിമാനമായി നിൽക്കുന്നു, അഭിമാനമായി നിൽക്കുന്നു. കാരണം അത് വേറൊരാള് അവരുടെ അഭിമാനത്തിന് വേണ്ടി വെച്ച സാധനമാണ് പ്രതിമ എന്ന് പറയുന്നത്. ഓക്കെ, പ്രതിമ കെട്ടിടത്തിന് മുന്നിൽ ഉയരത്തിലും അഭിമാനമായും നിൽക്കുന്നു. ദ സ്റ്റാച്യു സ്റ്റാൻഡ്സ് tall and proud in front of the building. The statue stands tall and proud in front of the building. She is standing outside the class. The bodyguard stands outside the hall. All are standing for assembly. The statue stands tall and proud in front of the building. ഒരു പ്രാവശ്യം ടീച്ചർ വായിക്കുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ വായിക്കാൻ നോക്കുക. She is standing outside the class. The bodyguard stands outside the hall. All are standing for assembly. The statue stands tall and proud in front of the building. She is standing outside the class. The bodyguard stands outside the hall. All are standing for assembly. The statue stands tall and proud in front of the building. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ഷൻ വേർഡ് നോക്കാം. ഉറങ്ങുക, സ്ലീപ്പ്. എല്ലാവരും ഉറങ്ങാറുണ്ട്. ഈ ഉറക്കം പറയുമ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുണ്ട്, പലരും 11 മണി കഴിഞ്ഞിട്ടൊക്കെ വർക്ക് അയക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കുട്ടികൾ ആ സമയം വരെ ഉറങ്ങാതിരിക്കുന്നതാണോ, അതല്ല കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞു അവരുടെ വർക്ക് പിന്നീട് പേരൻസ് അയക്കുന്നതാണോ, ഇതെനിക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഓരോരുത്തരോടും ചോദിക്കാനുള്ള ഒരു എനർജി എനിക്കില്ല താനും. അതുകൊണ്ട് ഇപ്പം ഈ ക്ലാസ്സിനിടയിൽ പറയാം, ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറക്ക് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും, മുതിർന്നവർക്കും എല്ലാവർക്കും ഉറക്കം നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ, മിനിമം ഒരു 6-8 മണിക്കൂർ എല്ലാവരും ഉറങ്ങണം എന്നാണ് ശാസ്ത്രം, നമ്മുടെ മെഡിക്കൽ സയൻസ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നല്ല ഉറക്കം വേണം. ഉറക്കമാണ് ശരിക്കും നമ്മുടെ ബോഡിയെ എന്ത് ചെയ്യുന്നു, ഒരു ദിവസത്തെ ഫുൾ വെയർ ആൻഡ് ടയറിൽ നിന്നും പിറ്റേ ദിവസത്തേക്ക് നമ്മളെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആളാക്കി മാറ്റുന്നത് ഉറക്കമാണ്. അതിലെന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ നമുക്കത് വളരെയധികം വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. ഓക്കെ, എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും നല്ല ഉറക്ക് കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ന്യൂ പാരൻസ്, പുതിയ പാരൻസിന്റെ കാര്യം ഞാൻ പറയുന്നില്ല, എനിക്ക് വളരെ നന്നായിട്ട് അറിയും. അതായത് ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉറക്കമൊന്നും ശരിയാവില്ല, ശരിയാണ്. പക്ഷെ അല്ലാതെ ഇപ്പോൾ നോർമലായിട്ട് ഇപ്പോൾ നമ്മൾ പറയുകയാണ് എങ്കിൽ, ഇപ്പോൾ പുതിയ പാരൻസ് അല്ലാത്തവർ എന്ത് ചെയ്യുക, എല്ലാവരും, വീട്ടിലുള്ള എല്ലാവരും ഉറങ്ങണം, പേരൻസും ഉറങ്ങണം, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാവരും ഉറങ്ങണം. ഓക്കെ, അപ്പോൾ ആ ഉറക്ക് ലഭിക്കുന്നുണ്ടെന്ന് നമ്മളെല്ലാവരും പരസ്പരം ഹെൽപ്പ് ചെയ്ത് ഉറപ്പുവരുത്തണം. ഓക്കെ, ഇനി നമുക്ക് ഉറങ്ങുന്നതിലേക്ക് പോകാം. ഞാൻ ഓവർ പ്രസംഗിക്കുന്നില്ല. ഓക്കെ, സ്ലീപ്പ്, 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 SLEEP, സ്ലീപ്പ്, SLEEP, സ്ലീപ്പ്, SLEEP, സ്ലീപ്പ്. ഉറങ്ങുക, സ്ലീപ്പ്, ഉറങ്ങുക, ഉറങ്ങുക, സ്ലീപ്പ്. ഇനി ഉറങ്ങി എന്ന് പറയാനാണെങ്കിലോ slept, 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 slept. Sleep, slept, slept. V1 form, base form, sleep. V2 form, past form, slept. V3 form, past participle form, slept. Sleep, slept, slept. SLEEP, sleep, SLEPT, slept. Sleep, slept, slept. Okay,
SLEEP, sleep. SLEPT, slept. Sleep, slept, slept. ഉറങ്ങുക, sleep. ഉറങ്ങി, slept. ഓക്കെ. ഇനി ഉറങ്ങുന്നു, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഉറങ്ങുന്നു എന്ന് പറയാം എങ്ങനെ? സ്ലീപ്പിംഗ്. സ്ലീപ്പ് പ്ലസ് ING. അതിൽ പ്രത്യേകിച്ച് ഒന്നും കൂടുന്നില്ല, കുറയുന്നൊന്നുമില്ല. അക്ഷരങ്ങൾ കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യുന്നില്ല. സ്ലീപ്പിംഗ്, സ്ലീപ്പ്, സ്ലെപ്റ്റ്, സ്ലീപ്പിംഗ്, സ്ലീപ്പ്, സ്ലെപ്റ്റ്, സ്ലീപ്പിംഗ്, സ്ലീപ്പ്, സ്ലെപ്റ്റ്, സ്ലീപ്പിംഗ്, സ്ലീപ്പ്, സ്ലെപ്റ്റ്, സ്ലീപ്പിംഗ്. ഓക്കെ. ഉറങ്ങുക, സ്ലീപ്പ്. ഉറങ്ങി, സ്ലെപ്റ്റ്. ഉറങ്ങുന്നു, സ്ലീപ്പിംഗ്. ഉറങ്ങുക, സ്ലീപ്പ്. ഉറങ്ങി, സ്ലെപ്റ്റ്. ഉറങ്ങുന്നു, സ്ലീപ്പിംഗ്. ഓക്കെ. ഇനി നമുക്ക് ഉറങ്ങുന്നു, ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞത് നമുക്ക് കൊണ്ടുപോയി സെന്റൻസസിലോട്ട് ഇടാം അല്ലേ? ഐ സ്ലീപ്പ് അറ്റ് നൈറ്റ്. ഐ സ്ലീപ്പ് അറ്റ് നൈറ്റ്. ഞാൻ രാത്രി ഉറങ്ങുന്ന ഒരാളാണ്. ഓക്കെ. ഞാൻ രാത്രിയാണ് ഉറങ്ങുന്നത്, അല്ലെങ്കിൽ ഞാൻ രാത്രി ഉറങ്ങുന്ന ശീലമുള്ള ഒരാളാണ്. ഐ സ്ലീപ്പ് അറ്റ് നൈറ്റ്. ഞാൻ രാത്രി ഉറങ്ങാറുണ്ട്. അങ്ങനെ എന്ത് വേണമെങ്കിലും അർത്ഥമാക്കാം. ഞാൻ രാത്രി ഉറങ്ങുന്നു. പക്ഷെ ഈ രാത്രി ഉറങ്ങുന്നു എന്നുള്ളത്, ഈ ഉറങ്ങുന്നു എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഇംഗ്ലീഷിൽ സ്ലീപ്പിംഗ് എന്നല്ല, ഐ സ്ലീപ്പ് അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ രാത്രി ഉറങ്ങുന്ന ഒരാളാണ് എന്നുള്ള അർത്ഥം വെക്കുന്നതാണ്. ഓക്കെ. ഞാൻ രാത്രി ഉറങ്ങുന്നു, ഐ സ്ലീപ്പ് അറ്റ് നൈറ്റ്. ഇവിടെ സ്ലീപ്പിന്റെ കൂടെ എസ് വരുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അത് ഫസ്റ്റ് പേഴ്സൺ. ഐ ഇസ് എ ഫസ്റ്റ് പേഴ്സൺ സബ്ജക്ട്. ഓക്കെ. ഐ സ്ലീപ്പ് അറ്റ് നൈറ്റ്. ഞാൻ രാത്രി ഉറങ്ങുന്നു. The baby sleeps soundly. സൗണ്ട്ലി എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം ഇതിൻ്റെ അർത്ഥം പറഞ്ഞതിന് ശേഷം. കുഞ്ഞ് നന്നായി ഉറങ്ങുന്നു. ദ ബേബി സ്ലീപ്സ് സൗണ്ട്ലി. കുഞ്ഞ് നന്നായി ഉറങ്ങുന്നു. അതായത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ല ശരിക്കും. ഈ ഐ സ്ലീപ്പ് അറ്റ് നൈറ്റ് ആയാലും ബേബി സ്ലീപ്സ് സൗണ്ട്ലി ആയാലും ശരി, ഇത് രണ്ടും എങ്ങനെയാണ്? ഇപ്പോഴും ഉണ്ടാവും, ഇന്നലെയും ഉണ്ടാവും, നാളെയും ഉണ്ടാവും. അത് കാരണം ആ കുട്ടി ചെറിയ കുഞ്ഞ് ഉറങ്ങുന്ന ഒരു കുഞ്ഞാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. രാത്രി ഉറങ്ങുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ സ്ഥിരം ഞാനത് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ. ദ ബേബി സ്ലീപ്സ് സൗണ്ട്ലി. കുഞ്ഞ് നന്നായി ഉറങ്ങുന്നു. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? കുഞ്ഞ് നന്നായി ഉറങ്ങുന്ന ഒരു കുഞ്ഞാണ്. നന്നായി ഉറങ്ങുന്ന ഒരു കുഞ്ഞാണത്. ഓക്കെ. അപ്പൊ അതിൽ ആ സൗണ്ട്ലി എന്ന് പറയുന്നതിൽ ഞാനൊരു പ്രാവശ്യം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ലൈക്ക് രാവിലെ ഞാൻ എൻ്റെ ഒരു അക്വൈൻറ്റൻസിന് ഞാനൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിൽ ഇങ്ങനെയായിരുന്നു: ഞാൻ ഇന്നലെ രാത്രി നന്നായി ഉറങ്ങിയെന്നാണ് ഞാൻ ഉദ്ദേശത്തിൽ ഞാൻ സൗണ്ട് സ്ലീപ്പ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അയച്ചു. അപ്പം എന്നോട് ചോദിച്ചു, നീ എന്നിട്ട് ഡോക്ടറിനെ കാണിച്ചില്ല? അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഡോക്ടറിനെ കാണിക്കുന്നത്? അപ്പോൾ കൂർക്കം വലിയല്ലേ എന്ന്. അപ്പോൾ ഈ സൗണ്ട് എന്ന് പറയുമ്പോഴേ ആളെടുത്തത് കൂർക്കം വലി. അപ്പം ഞാൻ ആ അക്വൈൻറ്റൻസിനെ പുച്ഛിച്ച് പറഞ്ഞതല്ല. നമ്മുടെ ഒരു ഇംഗ്ലീഷ് ഭാഷയും മലയാള ഭാഷയും വെച്ച് കമ്പയർ ചെയ്ത് പറയണം. നമ്മൾ ഉച്ചത്തിൽ ഉറങ്ങിയെന്ന് എപ്പോഴെങ്കിലും നന്നായി ഉറങ്ങി എന്നുള്ളതിനെ പറയോ? ഇല്ല. ആഴത്തിൽ ഉറങ്ങിയെന്ന് വേണമെങ്കിൽ പറയും. ഉച്ചത്തിൽ ഉറങ്ങിയെന്ന് പറയോ? ഇല്ല. ഇവിടെ സ്ലീപ്സ് സൗണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ഉറക്കം എന്നാണ് അർത്ഥം. പിന്നെ സൗണ്ട് ഹെൽത്ത്, ആരോഗ്യത്തെക്കുറിച്ച് സൗണ്ട് ഹെൽത്ത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നല്ല അടിപൊളി ആരോഗ്യമുള്ളതെന്നാണ് അർത്ഥം. ഓക്കെ. അങ്ങനെയാണ് അർത്ഥം വെക്കുക. ഈ സൗണ്ട് എന്നുള്ളത് നമ്മൾക്ക് ശബ്ദം എന്നുള്ള ഒരു അർത്ഥം നമ്മൾ വെക്കുന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് ഭാഷ വളരെ വിചിത്രമായ രീതിയിലൊക്കെ പല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ സൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ തന്നെ നോക്കൂ, ദ ബേബി സ്ലീപ്സ് സൗണ്ട്ലി. ബേബി ഉറങ്ങുന്നു എന്നല്ല അർത്ഥം, നന്നായി ഉറങ്ങുന്നു എന്നാണ് അർത്ഥം. ഓക്കെ. ദ ബേബി സ്ലീപ്സ് സൗണ്ട്ലി. കുഞ്ഞ് നന്നായി ഉറങ്ങുന്നു. അതായത് ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങളെ മോള് രാത്രി നന്നായിട്ട് ഉറങ്ങലുണ്ടോ? പറഞ്ഞാൽ എൻ്റെ മോള് രാത്രി നന്നായി ഉറങ്ങുന്നുണ്ട്. മൈ ഡോട്ടർ സ്ലീപ്സ് സൗണ്ട്ലി. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ സ്ഥിരമുള്ള കാര്യമാണ് പറയുന്നത്. ബേബി സ്ലീപ്സ് സൗണ്ട്ലി. കുഞ്ഞ് നന്നായി ഉറങ്ങുന്നു. വി ഷുഡ് സ്ലീപ്പ് ഫോർ 8 hours. വി ഷുഡ് സ്ലീപ്പ് ഫോർ 8 hours. രാത്രി ഉറക്കം ആണ് ഈ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നമ്മൾ 8 മണിക്കൂർ ഉറങ്ങണം. ഞാൻ രാത്രി ഉറക്കമാണെന്ന് എടുത്ത് പറയാൻ കാരണം എന്താ പറഞ്ഞാൽ, പലരും പറയാറുണ്ട് ഞാൻ രാത്രി ഉറങ്ങാത്ത ദിവസങ്ങളിൽ രാവിലെ കിടന്നുറങ്ങുന്നു. അത് പക്ഷെ ഒരു ഹെൽത്തി ഹാബിറ്റ് അല്ല.
ആരോഗ്യപരമായി പറയുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗുഡ്, അത് അത്ര നല്ലതല്ല. പക്ഷെ ഇറങ്ങാത്ത ഒരാൾ പകലും ഉറങ്ങാതിരിക്കണം എന്നല്ല അതിനർത്ഥം. പക്ഷെ രാത്രിത്തെ ഉറക്കും പകലുറക്കും രണ്ടും രണ്ടാണ്. രാത്രിത്തെ ഉറക്കായി തന്നെ ലഭിക്കുമ്പോഴാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ വി ഷുഡ് സ്ലീപ്പ് ഫോർ 8 hours. നമ്മൾ 8 മണിക്കൂർ ഉറങ്ങണം. വി ഷുഡ് സ്ലീപ്പ് ഫോർ 8 hours. നമ്മൾ 8 മണിക്കൂർ ഉറങ്ങണം. ഡു യു സ്ലീപ്പ് ലേറ്റ് ഓൺ വീക്കെൻഡ്സ്? വാരാന്ത്യങ്ങളിൽ നിങ്ങൾ വൈകി ഉറങ്ങാറുണ്ടോ? വീക്കെൻഡ്സ് എന്ന് പറഞ്ഞാൽ സാറ്റർഡേ, സൺഡേ അല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം, അതൊക്കെ വീക്കെൻഡ്സ് ആണ്. വീക്കിൻ്റെ എൻഡിലേക്ക് പോകുന്ന സമയങ്ങളാണ് ഇത്. നമ്മൾ വെള്ളിയാഴ്ച രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ വീക്കെൻഡ് തുടങ്ങി. പിന്നെ ഞായറാഴ്ച രാത്രി വരെ അതൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഡു യു സ്ലീപ്പ് ലേറ്റ് ഓൺ വീക്കെൻഡ്സ്? വാരാന്ത്യങ്ങളിൽ നിങ്ങൾ വൈകി ഉറങ്ങാറുണ്ടോ? Do you sleep late on weekends? The dog likes to sleep on the rug. The dog likes to sleep on the rug. The dog likes to sleep on the rug. നായയ്ക്ക് കാർപ്പറ്റിൽ ഉറങ്ങാൻ ഇഷ്ടമാണ്. ആ റഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർപ്പറ്റ്, നിലത്ത് വിരിക്കുന്ന പരവതാനി പോലത്തെ സാധനമില്ലേ, നമ്മൾ കാർപ്പറ്റ് എന്ന് വിളിക്കുമല്ലേ, നമ്മൾ കൊളോക്കിയലി കാർപ്പറ്റ് എന്ന് വിളിക്കുന്ന സാധനം തന്നെ, നിലത്ത് വിരിച്ച് വെക്കുന്ന സാധനം. Okay, rug. The dog likes to sleep on the rug. നായയ്ക്ക് പരവതാനിയിൽ ഉറങ്ങാൻ ഇഷ്ടമാണ്. ഇതും എന്താണ്, അതിൻ്റെ ഒരു ശീലമാണ് പറയുന്നത്. ലൈക്സ് ഇഷ്ടം, അതിൻ്റെ ഇഷ്ടക്കേട് ഇഷ്ടം. ഓക്കെ, the dog likes to sleep on the rug. നായയ്ക്ക് പരവതാനിയിൽ ഉറങ്ങാൻ ഇഷ്ടമാണ്. I sleep at night. The baby sleeps soundly. We should sleep for 8 hours. Do you sleep late on weekends? The dog likes to sleep on the rug. I sleep at night. ടീച്ചർ വായിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വായിക്കാൻ നോക്കൂ. I sleep at night. I sleep at night. The baby sleeps soundly. The baby sleeps soundly. The baby sleeps soundly. We should sleep for 8 hours. We should sleep for 8 hours. We should sleep for 8 hours. Do you sleep late on weekends? Do you sleep late on weekends? The dog likes to sleep on the rug. The dog likes to sleep on the rug. The dog likes to sleep on the rug. എല്ലാവരും ആവർത്തിച്ച് വായിക്കണേ. I was sleeping when the phone rang. I was sleeping when the phone rang. ഫോൺ റിങ് ചെയ്യുമ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു. ഫോൺ റിങ് ചെയ്യുമ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു. was sleeping, ഉറങ്ങുകയായിരുന്നു. I was sleeping when the phone rang. They are sleeping late today. They are sleeping late today. ഇന്നവർ വൈകിയാണ് ഉറങ്ങുന്നത്. ഓക്കെ, ഇന്നവർ വൈകിയാണ് ഉറങ്ങുന്നത്. ഇപ്പൊ ഈ പറയുന്ന സമയത്ത് നമ്മൾ അർത്ഥം നോക്കിയേ, വൈകിയാണ് ഉറങ്ങുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ അർത്ഥം നോക്കിയേ, വൈകിയാണ് ഉറങ്ങാൻ പോകുന്നത്, അതായത് ഇപ്പോഴേ ഉറങ്ങുന്നില്ല പിന്നെ ഉറങ്ങുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് അർത്ഥം പറയാം. ശരിക്കും ഇവിടെ ആർ സ്ലീപ്പിംഗ്, നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇന്നിപ്പോൾ അവർ ഉറങ്ങുന്നുള്ളത് വൈകിയാണ്. ഓക്കെ, മലയാളത്തിലേക്ക് വരുമ്പോൾ ഇന്നവർ വൈകിയാണ് ഉറങ്ങുന്നത് എന്നാണ്. പക്ഷെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഇപ്പോൾ ഇന്ന് വൈകി ഉറങ്ങിയ ഒരാളെ കുറിച്ച് നമ്മൾ എന്താ പറയും, ഇന്ന് വൈകിയാണ് ഉറങ്ങിയത്. ഇനി വൈകിയാണ് ഉറങ്ങുന്നത് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കലപ്പോഴാണ് ഇന്ന് രാത്രി വൈകി ഉറങ്ങും എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ അർത്ഥം, എസെൻസ് മാത്രം മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ഇംഗ്ലീഷിൻ്റെ ഫോർമേഷനിൽ ചെറിയ ഡിഫറൻസ് നമ്മൾ മലയാളവുമായിട്ട് തീർച്ചയായും ഉണ്ടെന്ന് നിങ്ങൾ
മനസ്സിലാക്കുക. ഓക്കെ, ദേ ആർ സ്ലീപ്പിംഗ് ലേറ്റ് ടുഡേ. ദേ ആർ സ്ലീപ്പിംഗ് ലേറ്റ് ടുഡേ. ദേ ആർ സ്ലീപ്പിംഗ് ലേറ്റ് ടുഡേ. ആർ യു സ്ലീപ്പിംഗ് വെൽ? നീ നന്നായി ഉറങ്ങുന്നുണ്ടോ? അല്ലെങ്കിൽ നീ നന്നായി ഉറങ്ങാറുണ്ടോ? അല്ലാതെ ഉറങ്ങുന്ന ഒരാളെ വിളിച്ചുണർത്തിയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ നീ നന്നായിട്ട് ഉറങ്ങുന്നുണ്ടോ എന്ന്? അപ്പൊ ആ ഉദ്ദേശിച്ചത് നീ ഇപ്പോഴായിട്ട്, അതായത് മുമ്പ് എപ്പോഴെങ്കിലും ഉറക്കില്ലാത്ത ഒരാളാണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോക്ക്, നീ സാധാരണ നന്നായി ഉറങ്ങുന്ന ആളാണോ, അങ്ങനെ. ഓക്കെ, ആർ യു സ്ലീപ്പിംഗ് വെൽ? ഓക്കെ, ആർ യു സ്ലീപ്പിംഗ് വെൽ? ദ ബേബി ഇസ് സ്ലീപ്പിംഗ് സൗണ്ട്ലി. അത് നമ്മൾ കഴിഞ്ഞ ഇതിലും വായിച്ചു അല്ലെ? ദ ബേബി ഇസ് സ്ലീപ്പിംഗ് സൗണ്ട്ലി. അതിൽ പറഞ്ഞത് എന്തായിരുന്നു? ദ ബേബി സ്ലീപ്സ് സൗണ്ട്ലി എന്നാണ്. നമ്മൾ ഈ മാറ്റർ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ സ്ക്രീനിൽ എന്തായിരുന്നു? ദ ബേബി സ്ലീപ്സ് സൗണ്ട്ലി. അതെന്താണ് ഉദ്ദേശിച്ചത്? ആ കുട്ടിയുടെ ശീലം, ആ കുട്ടി നന്നായി ഉറങ്ങുന്ന ആളാണ്. അതായത് ഇന്നലെയും മിനിയാന്നും ഇന്നും നാളെയും ഒക്കെ ആളങ്ങനെയാണ്. ഇതിപ്പോ പറയുന്നത് എന്താണ്? ഈസ് സ്ലീപ്പിംഗ് സൗണ്ട്ലി. ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം മാത്രമാണ് ആ പറയുന്നത്. ദ ബേബി ഈസ് സ്ലീപ്പിംഗ് സൗണ്ട്ലി. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്ററാണ് ഈ പറയുന്നത്. ദ ബേബി ഈസ് സ്ലീപ്പിംഗ് സൗണ്ട്ലി. ബേബി നന്നായി ഉറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഉറങ്ങുന്നു. ദ ബേബി ഈസ് സ്ലീപ്പിംഗ് സൗണ്ട്ലി. I was sleeping when the phone rang. I was sleeping when the phone rang. I was sleeping when the phone rang. They are sleeping late today. They are sleeping late today. They are sleeping late today. Are you sleeping well? Are you sleeping well? Are you sleeping well? The baby is sleeping soundly. The baby is sleeping soundly. My cat loves sleeping in the sun. My cat loves sleeping in the sun. I was sleeping when the phone rang. They are sleeping late today. Are you sleeping well? The baby is sleeping soundly. My cat loves sleeping in the sun. മക്കളെ, ഇന്ന് നമ്മൾ 2 പുതിയ ആക്ഷൻ വേർഡ്സ് പഠിച്ചു. നിൽക്കുക, ഉറങ്ങുക. സ്റ്റാൻഡ്, സ്ലീപ്പ്. നിൽക്കുക, സ്റ്റാൻഡ്. V1 ഫോം, ബേസ് ഫോം, സ്റ്റാൻഡ്. V2 ഫോം, പാസ്റ്റ് ഫോം, stood. V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, stood. സ്റ്റാൻഡിങ്, ing ഫോം. ഓക്കെ, ഇനി സ്ലീപ്പ്, ഉറങ്ങുക. V1 ഫോം, ബേസ് ഫോം, സ്ലീപ്പ്. V2 ഫോം, പാസ്റ്റ് ഫോം, slept. V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, slept. ing ഫോം, sleeping. ഓക്കെ, സ്പെല്ലിംഗ് ഒക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് എല്ലാ പഠിച്ച വാക്കുകളും റിവൈസ് ചെയ്താലോ? എങ്ങനെ? റൺ, ഓടുക. റൺ, ran, run, running. ജംപ്, ചാടുക. ജംപ്, jumped, jumped, jumping. ഈറ്റ്, തിന്നുക. eat, ate, eaten, eating. ബ്രഷ്, പല്ല് തേക്കുക. ബ്രഷ്, brushed, brushed, brushing. റീഡ്, വായിക്കുക. read, 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 reading. ഡ്രിങ്ക്, കുടിക്കുക. drink, drank, drunk, drinking. വാഷ്, കഴുകുക. wash, washed, washed, washing. play, കളിക്കുക. play, played,
played, playing. Sit, ഇരിക്കുക. Sit, sat, sat, sitting. Walk, നടക്കുക. Walk, walked, walked, walking. Go, പോകുക. Go, went, gone, going. Come, വരിക. Come, came, come, coming. Climb, കയറുക. Climb, climbed, climbed, climbing. Fly, പറക്കുക. Fly, flew, flown, flying. Swim, നീന്തുക. Swim, swam, swum, swimming. Tear, കീറുക. Tear, tore, torn, tearing. Cook, പാചകം ചെയ്യുക. Cook, cooked, cooked, cooking. Cut, മുറിക്കുക. Cut, 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 cutting. Write, എഴുതുക. Write, wrote, written, writing. Learn, പഠിക്കുക. Learn, learnt, learnt, learning. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ അറ്റൻഡൻസ് ഇട്ടോളൂ. ടു എന്ന് പറഞ്ഞ് പേരെഴുതുക. എന്നിട്ട് എന്ത് എഴുതണം? ഇന്ന് പഠിച്ച 2 വാക്ക്, ആ 2 വാക്കിൻ്റെയും V1, V2, V3, ING. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഇന്ന് പഠിച്ചത് സ്റ്റാൻഡ്, സ്ലീപ്പ്. അപ്പോൾ നിങ്ങൾ എന്തെഴുതണം? സെക്കൻഡ് അറ്റൻഡൻസ് 2 എന്നിടുക, പേരെഴുതുക. എന്നിട്ട് എന്തെഴുതണം? സ്റ്റാൻഡ്, സ്റ്റുഡ്, stood, standing. Sleep, slept, slept, sleeping. ഇത്രയും എഴുതിയാൽ നിങ്ങളുടെ 2 സെറ്റ് ഹോംവർക്ക് കഴിഞ്ഞു. 3ാമത്തെ ഹോംവർക്ക് ഞാൻ ഗ്രൂപ്പിലിടും. ഓക്കെ, ബൈ. ഹാപ്പി ലേണിംഗ്.